അപ്പൊ അവനായിട്ട് പോയി കഴിഞ്ഞാൽ അത് നടക്കൂലെന്ന് എനിക്ക് അന്നേ അറിയായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇതൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. നമ്മളിത് ക്രിയേറ്റ് ചെയ്യാം. അത് നമ്മൾ മുൻകൂട്ടി വിശ്വാസത്തിന്റെ പവറാണ് ഞാൻ പറയണല്ല. അപ്പൊ നമ്മൾ മുൻകൂട്ടി വിശ്വസിക്കണേ അവനായിട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവും. ഇങ്ങനെ വിചാരിച്ചാൽ തന്നെ അതൊരു വിശ്വാസമായിട്ട് മാറി. ശരിയാകുമോ, അവിടെ പിന്നെ ശരിയാവോ ഇല്ലെന്നുള്ള സംശയം വന്നപ്പോ തന്നെ നമ്മളായിട്ട് നെഗറ്റീവിലേക്കുള്ള വിശ്വാസത്തിന് പവർ കൂട്ടി. നമസ്കാരം. ഞാൻ പിന്നെ നമ്മളുടെ ഒരു വിശ്വാസത്തിനെ പറ്റിയുള്ളൊരു റിയാലിറ്റി അത് പറയാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത്. വിശ്വാസം എല്ലാവരും അറിയാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഓരോരുത്തരും. അത് പക്ഷെ നമ്മളുടെ ദിനചര്യമായിട്ടുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ്, അപ്പോ ഓരോ വ്യക്തിയിലും വിശ്വാസം എന്ന് പറയുന്നത് അവരവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടിൽ അത് ആ ഒരു മൈൻഡ് സെറ്റായിട്ട് കിടക്കുന്നത്. അപ്പൊ അതിൽ സംഭവിക്കുന്നത് നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വേണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇതും വിശ്വാസവും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. പക്ഷേ നമ്മൾ നോർമലി വിശ്വസിക്കുന്നത് ഇപ്പൊ ചിലര് പറഞ്ഞു കേട്ടിട്ടില്ലേ, അതങ്ങനെ നടക്കുള്ളൂ. കോമൺ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. നമ്മൾ മുൻവിധി വിധിച്ചിട്ട് നമ്മ പറയും അത് ഞാൻ അന്നേ വിചാരിച്ചതാണ്, അതങ്ങനെ നടക്കുള്ളൂ, ഞാൻ അന്നേ വിചാരിച്ചതാണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഒരു മുൻകൂട്ടി കണ്ട് ഒരു സിറ്റുവേഷനെ, വ്യക്തികളെ അതനുസരിച്ച് വിലയിരുത്തി നമ്മൾ തന്നെ അത് മുൻകൂട്ടി കാണും. അടുത്ത നിമിഷത്തിൽ വരാനുള്ള, അടുത്ത ദിവസം വരാനുള്ള അവസ്ഥ. അപ്പൊ നമ്മള് അതങ്ങനെ വരുള്ളൂ, അത് ഞാൻ അന്ന് ചിന്തിച്ചതാണ്, അതല്ല അങ്ങനെ തന്നെ വന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. പിന്നെ കൂടുതൽ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞ് നെഗറ്റീവ്സ് കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്നില്ല. അപ്പോ നമ്മളിലെല്ലാവരിലും വിശ്വാസം, പൂർണ്ണ വിശ്വാസം ഒരു കോമൺ ആയിട്ട് നടക്കുന്ന കാര്യമാണ്. പക്ഷെ അത് ഒരു 50-50 ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 50% നെഗറ്റീവ്സും 50% പോസിറ്റീവ്സും. അപ്പൊ അത് മെയിനായിട്ട് നമുക്ക് 100% പോസിറ്റീവിലേക്ക് മാറ്റാനുള്ളൊരു ഇത് നമ്മൾ തന്നെ കൊണ്ടുവരിക. ഇങ്ങനെ വിചാരിക്കുക, നമ്മളിപ്പോ സാധാരണ ഒരു കാര്യം, ഇവര് കൂട്ടുകാരനായിട്ടുള്ളൊരു കാര്യം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മള് ഒരു സ്ഥലത്ത് പോകുന്നു. അപ്പൊ അവനായിട്ട് പോയി കഴിഞ്ഞാൽ അത് നടക്കൂലെന്ന് എനിക്ക് അന്നേ അറിയായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇതൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. നമ്മളിത് ക്രിയേറ്റ് ചെയ്യാം. അത് നമ്മൾ മുൻകൂട്ടി വിശ്വാസത്തിന്റെ പവറാണ് ഞാൻ പറയണല്ല. അപ്പൊ നമ്മൾ മുൻകൂട്ടി വിശ്വസിക്കണേ അവനായിട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവും. ഇങ്ങനെ വിചാരിച്ചാൽ തന്നെ അതൊരു വിശ്വാസമായിട്ട് മാറി. ശരിയാകുമോ, അവിടെ പിന്നെ ശരിയാവോ ഇല്ലെന്നുള്ള സംശയം വന്നപ്പോ തന്നെ നമ്മളായിട്ട് നെഗറ്റീവിലേക്കുള്ള വിശ്വാസത്തിന് പവർ കൂട്ടി. അപ്പോ അതിനെന്താ സംഭവിക്കുക, ആ വിഷയം അത് ആ രീതിയിലേക്ക് മാറും, നെഗറ്റീവ്സിലേക്ക് കൺവേർട്ട് ആവും. നമ്മള് അത് ആ സമയം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരൊറ്റ ആദ്യം മാത്രമേ എക്സാമ്പിളായിട്ട് പറയുന്നുള്ളൂ. വേറെ ഒന്നല്ല, കൂടുതൽ നെഗറ്റീവ്സ് സ്പ്രെഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് അത് കേൾക്കുമ്പോ മനസ്സിലാക്കി ചെയ്യാൻ പറ്റും. അപ്പൊ അത് കൂടുതലായിട്ട് ഞാൻ പറയാത്തത് അതുകൊണ്ടാണെന്ന് പറഞ്ഞതാണ്. പിന്നെ ആ വീഡിയോ ലെങ്ത് ചെയ്യാൻ പോകും. അപ്പോ നമ്മൾ ചെയ്യേണ്ടത് ഏതൊരു കാര്യത്തിലും നമ്മൾക്ക് പോസിറ്റീവായിട്ട് ആ സംഭവം, ആ സിറ്റുവേഷൻ, അല്ലെങ്കിൽ അത് നമുക്ക് സാധിച്ചു കിട്ടാനുള്ള കാര്യം എന്തും ആയിക്കോട്ടെ, നമ്മൾ അടുത്ത സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുന്നതിന് മുമ്പ് ദൈവത്തിന്, ഏത് ദൈവത്തിനെയാണോ ഇഷ്ടം ആ ദൈവത്തിനെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ സിറ്റുവേഷനിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞ വിഷയം തന്നെ, കൂട്ടുകാരനായിട്ട് പോകുന്നൊരു വിഷയം, അവൻ എൻ്റെ ഒപ്പം വരുന്നു, ഞങ്ങൾ അതിനുവേണ്ടി പോകുന്നു, അത് സാധിക്കുന്നു, അത് എന്നിട്ട് തിരിച്ച് ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് തിരിച്ചു വരുന്നു. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം.
എന്താ സംഭവിക്കുന്നത്, നമ്മുടെ വിശ്വാസത്തിനെ കംപ്ലീറ്റ് പോസിറ്റീവ് ആക്കി. അപ്പോ നമുക്കത് നല്ല രീതിയിൽ തന്നെ നടക്കും. കാരണം മറ്റുള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ ഇപ്പോ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യണമെന്ന് പറയുന്നത് അതാണ്. നമ്മളിലേക്ക് ഒരു സിറ്റുവേഷൻ സംബന്ധിച്ചുള്ള കാര്യത്തിന് നമ്മൾ പോകുമ്പോൾ അതിനെ സംബന്ധിച്ചുള്ള എല്ലാവിധ നമ്മളിൽ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ വരും. അപ്പോ ഞാൻ പറയുന്നത് മെഡിറ്റേഷൻ ചെയ്തു പോയാൽ നമുക്ക് എന്തൊക്കെ ചിന്തകളാണ് ആ സമയത്ത് മനസ്സിലേക്ക് വരുന്നതെന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇതിന്റെ കൂടെ പറയാൻ കാരണം ഇതിപ്പോ നമ്മ പോസിറ്റീവ് ആക്കിയാൽ ഒരു 99% വരെ നമുക്കത് സാധിച്ചു കിട്ടും. പിന്നെ എന്തെങ്കിലും അബദ്ധവശാൽ നമ്മളിലേക്ക് നെഗറ്റീവ് ചിന്തകൾ മുൻപുണ്ടായിട്ടുള്ള മാറ്ററുകളെ സംബന്ധിച്ചുള്ള നെഗറ്റീവ് ചിന്തകൾ കയറി വന്നാലേ ആ സിറ്റുവേഷൻ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നടക്കുള്ളൂ. അല്ലെങ്കിൽ 100% നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ ആയിരിക്കും അത് നടക്കുന്നത്. കാരണം നമ്മളുടെ ക്രിയേഷൻ പവർ, നമ്മളുടെ റിയൽ ഇമാജിനേഷൻ പവർ, ദൈവം കൂടെ ഉള്ളപ്പോഴുള്ള പവർ അതാണ്. അപ്പൊ നമ്മുടെ എപ്പോഴും എല്ലാവരുടെയും കൂടെ ദൈവമുണ്ട്. അപ്പോ ഈ വിശ്വാസം നമ്മളിൽ നെഗറ്റീവ്സ് ആയിട്ടും പോസിറ്റീവ്സ് ആയിട്ടും നടക്കുന്നത് 100% പോസിറ്റീവ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് എന്തും ഇത് പ്രയോഗിച്ച് നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും. അതാണ് വിശ്വാസത്തിന്റെ ഒരു ശക്തി. അപ്പോ ഇതൊന്ന് എന്റെ അനുഭവം ഷെയർ ചെയ്യണേണ്. അത്ര കോൺഫിഡന്റ് ആയിട്ട് തന്നെ പറയണത്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. മുൻപ് അതായത് ഒരു കാര്യത്തിന് പോണതിന് മുമ്പ് നമ്മളതിനെ ഒരുമിച്ച് ഇപ്പൊ കൂട്ടുകാരായിട്ടാണ് പോണത്, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടാണ് പോണത്, പോസിറ്റീവായിട്ടുള്ള പോകുന്നു, പോസിറ്റീവായിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നു, പോസിറ്റീവായിട്ട് തിരിച്ചെത്തുന്നു, പോസിറ്റീവായിട്ട് പിന്നെ ആ ഒരു മാറ്ററിൽ നടന്നു കിട്ടിയതായിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആ സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിടുന്നു. അപ്പോ നമ്മള് അതിൽ ഇറങ്ങുന്നതിനൊരു ഒരു ദിവസം മുമ്പേ ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് അത്രയും പവർഫുൾ ആയിട്ട് തന്നെ അതിന്റെ കാര്യങ്ങൾ നടന്നു കിട്ടും. പക്ഷെ അതിന് തൊട്ട് മുമ്പൊക്കെ ചെയ്യുമ്പോൾ ക്ലാരിറ്റി കുറവുണ്ടാവും നമ്മുടെ ഇമാജിനേഷൻ പവറിൽ. അപ്പോ ആ ക്ലാരിറ്റി കുറവില്ലാതിരിക്കാൻ വേണ്ടി ആ ദിവസത്തെ കാര്യം നമ്മൾ പിറ്റേ ദിവസം ഈ പറഞ്ഞ പോലെ ക്രിയേറ്റ് ചെയ്യാം. പോസിറ്റീവായിട്ട് ചെയ്ത് വരുന്നു, നടന്ന് കിട്ടി, നമ്മൾ തിരിച്ചെത്തുന്നു. അപ്പോ അത് നമുക്ക് നമ്മളെന്താണോ ചെയ്തത് അതേ രീതിയിൽ നമുക്കത് സാധിച്ചു കിട്ടും. നമ്മൾ ഇമാജിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് വിശ്വാസത്തിന്റെ പവർ. നേരെ അതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് അതിന്റെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. ഇതേ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തും ജീവിതത്തിൽ സാധിക്കാൻ പറ്റും. അപ്പോ ഇത് ഈ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി. പിന്നെ ഇതുമായിട്ട് സംബന്ധിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് അതിന്റെ അനുഭവം എന്നോട് ഷെയർ ചെയ്യാൻ പറ്റുന്നവർ കമന്റ് ചെയ്യാം. ഇതിന്റെ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം. അപ്പോ ഇതുമായിട്ട് സംബന്ധിച്ചുള്ള അടുത്ത വീഡിയോസും ഈ മറ്റുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻസ്, ഈ ഒരു രീതിയിലുള്ള നമ്മളുടെ ജീവിതവുമായിട്ട് സംബന്ധിച്ചുള്ള സംശയങ്ങൾ, പല രീതിയിലുള്ള കാര്യങ്ങളെ പറ്റിയുള്ള തിരിച്ചറിവില്ലായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിന് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോ സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിടാം. അത് നിങ്ങൾക്ക് ആ സമയത്ത് ആ വീഡിയോ കിട്ടുന്നതായിരിക്കും. അപ്പോ ഇത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്.